അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കുക. നിബിതങ്ങളെ കാണാമെന്നോ നിബിതങ്ങളുടെ ഉപദേശം കേട്ടു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ തന്റെ പൊന്നാര മകൻ മുസ്ലിമായി എന്നറിയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഇഷ്ടപ്പെട്ടില്ല. തന്റെ പൊന്നുമകനെ മതം മാറി എന്നറിയുമ്പോ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. തന്റെ മതം മാറ്റാൻ, തന്റെ പൊന്നാര മകനെ പഴയ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് വല്ലാത്ത ദേഷ്യമുള്ള ഒരു സഹോദരിയാണ്. അവർക്ക് വല്ലാത്ത ദേഷ്യമാണ്, അവർക്ക് വല്ലാത്ത വാശിയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, സഅദേ, നീ മതം മാറാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല. നീ മതം മാറാതെ ഇനി നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. ഇനി ഞാൻ വെള്ളം കുടിക്കൂല. മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും. ഞാനെങ്ങാണം മരിച്ചുപോയാ സഅദേ, എല്ലാവരും നിന്നെ വിളിക്കും ഉമ്മയെ കൊന്നവന് എന്ന് നാട്ടുകാര് മുഴുവനും നിന്നെ വിളിക്കുമടാ സഅദേ. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ കൂടെയാണ് വീട്ടിൽ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നബി തങ്ങളുടെ ചാരത്ത് പോകും. അവിടെ അറിവുകൾ പഠിക്കും, നിസ്കരിക്കും, വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഉമ്മയതാ പട്ടിണി കിടക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയും, ഭക്ഷണം കഴിക്കുമ്മ, വെള്ളം കുടിക്കുമ്മ, മതം മാറാതെ ഞാൻ കഴിക്കൂല, മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. പടച്ചവനെ, ഉമ്മ പട്ടിണി കിടക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും തോറും ഉമ്മയ്ക്ക് വല്ലാത്ത പ്രയാസമായി. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഉമ്മ സത്യാഗ്രഹത്തിലാണ് നബിയേ, ഉമ്മ പട്ടിണിയിലാണ് നബിയേ, ഉമ്മ വല്ലാത്ത വാശിയിലാണ് നബിയേ, എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ക്ഷമിക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവസാനം ജനങ്ങൾ പറഞ്ഞു, സഅദേ, നിന്റെ ഉമ്മ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ നിന്റെ ഉമ്മ മരിച്ചു പോകും സഅദേ. നിന്റെ ഉമ്മാന്റെ അടുക്കലൊന്ന് ചെല്ല്, നിന്റെ ഉമ്മ നിന്നെ വിളിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു ഭാഗത്ത് ഉമ്മയാണ്, മറുഭാഗത്ത് അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. റബ്ബേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്. അവസാനം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പട്ടിണി കിടക്കുന്ന, തളർന്നു കിടക്കുന്ന ഉമ്മാടെ ചാരത്തേക്ക് ഭക്ഷണവുമായിട്ട് കടന്നു പോവുകയാ. ഉമ്മാടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാടെ വായിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് പൊന്നുമകനെ പറയുന്നു, കഴിക്കുമ്മ, ഈ വെള്ളമൊന്ന് കുടിക്കുമ്മ. ഇല്ലടാ മോനെ, മരിച്ചാലും ഞാൻ കുടിക്കൂല, നീ മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയുടെ വാശി കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ,
എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കും നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെക്കാളും വലിയ ഇഷ്ടം അല്ലാഹുവിനോടും അവന്റെ റസൂലിനുമോടുമാണ് ഉമ്മ. മതം മാറണമെന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുന്ന 9 മാസം ഗർഭവും 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനോട് ആ പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്നാ നിങ്ങളെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ്. എന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? അല്ലാഹു 1000 ആയുസ് തന്നു, 1000 ആയുസ് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ ദീൻ വിടണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ പട്ടിണി കിടന്നു മരിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയില്ല ഉമ്മ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറയുകയാണ്, 1000 ജന്മമുണ്ടായി, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി, 1000 ജന്മത്തിലും നിങ്ങളുടെ മകനായി. അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ദീന്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ നിങ്ങൾ ഇതുപോലെ സത്യാഗ്രഹം കടന്ന് എന്റെ മുമ്പിൽ കടന്നു മരിച്ചാലും അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയൂല. റബ്ബേ, ഉമ്മയ്ക്ക് മനസ്സിലായി തന്റെ പൊന്നാര മകന്റെ വിശ്വാസം എന്താണെന്ന്. ആ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ആ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ വിശ്വാസം എന്താണെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായി. ഉമ്മ പരാജയപ്പെടുകയാണ്, ഉമ്മ പരാജയപ്പെടുകയാണ്. പടച്ച റബ്ബേ, അപ്പോഴാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തുതിഉഹുമാ വസാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്. പക്ഷേ ആ പറയുന്നത് അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അനുസരിക്കണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കാൻ നിന്റെ വാപ്പയാണ് പറയുന്നതെങ്കിലും നിന്റെ ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഏത് മതവിശ്വാസിയാകട്ടെ, ഉമ്മയാണ് ചെറുപ്പക്കാരാ, അവരേത് മതവിശ്വാസിയാണെങ്കിലും നീ അവരെ ആദരിക്കണേ, നീ അവരെ സ്നേഹിക്കണേ, നീ അവരെ ബഹുമാനിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത പ്രലോഭനങ്ങൾ നടക്കും ചെറുപ്പക്കാരാ, ഭീഷണികൾ നടക്കും ചെറുപ്പക്കാരാ. പടച്ചവനെ, ചിലപ്പോ ഉമ്മയായിരിക്കും പറയുന്നത് പാപം ചെയ്യാൻ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ, ഒരു അന്യപുരുഷന്റെ കൂടെ പോകാൻ ഉമ്മയായിരിക്കും പറയുന്നത്, പാപ്പയായിരിക്കും ഒരു തെറ്റ് ചെയ്യാൻ പറയുന്നത്. അനുസരിക്കേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെതിരാണെങ്കിൽ, അത് പാപമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ടല്ലോ, ചില ഭാര്യമാര് ഭർത്താവിനോട് പറയും, വീട് വെക്കണ്ടേ, പൈസ ഇല്ലെങ്കിൽ ലോൺ എടുക്ക്, 5 ലക്ഷം ലോൺ എടുക്ക്, 10 ലക്ഷം ലോൺ എടുക്ക്. പടച്ചവനെ, ഭാര്യ തന്നെ ഭർത്താവിനോട് പറയുകയാണ്, വേണ്ട സഹോദരാ, വേണ്ട സഹോദരാ, മോനെ, നീ അത് ആ പ്രലോഭനങ്ങളിൽ നീ വീണു പോകരുത്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്ക്, ആര് പറഞ്ഞാലും അനുസരിക്കരുത്. നീ ചിലപ്പോ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്ത, എല്ലാവരും നിന്നെ കളിയാക്ക, എല്ലാവരും നിന്നെ കൈയൊഴിയ, എന്നാ
അല്ലാഹു നിന്നെ കൈവിടില്ലടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാര് നിന്നെ കളിയാക്കും, കൂടെ നടക്കുന്നവർ നിന്നെ ഒറ്റപ്പെടുത്തും, കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തും. പക്ഷേ അല്ലാഹു നിന്നെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകും. പടച്ചവനെ, തന്റെ ഉമ്മ സത്യാഗ്രഹം കടന്നപ്പോ മരിക്കാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മ, എനിക്ക് വലുത് അല്ലാഹുവാ, അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ ദീനാ, ആ ദീനാണ് എനിക്ക് വലുത് പറയാൻ ചങ്കൂറ്റം കാണിച്ചപ്പോ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിക്കാറ് ഏഴാകാശം കടന്ന് മുഖറബുൽ അമുലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നെന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറക്കിയ രണ്ടാമത്തെ സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഇനി മൂന്നാമത്തെ അടിമയാരെന്നറിയോ? പടച്ചവനെ, വേങ്ങരയിൽ വഅദ് കേൾക്കാമെന്ന ഉമ്മ. മൂന്നാമത്തെ ആരെന്നറിയുമോ? അതൊരു പെണ്ണാവുമ്മ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറക്കിയത്. ഒരു പെണ്ണ് കരഞ്ഞപ്പോ, ഒരു പെണ്ണ് സങ്കടപ്പെട്ടപ്പോ, ഒരു പെണ്ണ് റബ്ബിനോട് ദുആ ചെയ്തപ്പോ അതാ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറങ്ങിയത്. ആ പെണ്ണാരെന്നറിയോ? ആ പെണ്ണാരെന്നറിയുവോ? മഹദിയായ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഏതാണ് ആയിഷയുടെ ചരിത്രം അറിയുമല്ലോ? പടച്ചവനെ, സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി, ആ ബദരീങ്ങളിൽപ്പെട്ട സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രണ്ടുപേരെയും ചേർത്ത് വെച്ചൊരു കഥ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖുർആനില് 10 ആയത്തുകളാണ് നിന്ന നിപ്പിൽ ഇറങ്ങി വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ഒന്ന് കരഞ്ഞപ്പോ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്ന് സങ്കടപ്പെട്ടപ്പോ ഖുർആനിൽ നിന്ന് ആയത്തിറക്കിയിട്ട് അല്ലാഹു നിരപരാധിത്വം തെളിയിച്ചു. നമുക്ക് ചരിത്രമറിയാം. മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന രംഗം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. അങ്ങനെ ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് പോയി. അപ്പോഴാണ് ആയിഷ മനസ്സിലാക്കുന്നത് തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ഒട്ടകക്കട്ടിലിന്റെ പുറത്തേക്ക് തലയിട്ട് നോക്കി, നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെ കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബി വിചാരിച്ചു ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാം. ആയിഷ ബീബി മാല തിരഞ്ഞിറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി വാഹനത്തിന്റെ അകത്ത് കയറുന്നത് കണ്ടത് കാരണം ഒട്ടകക്കട്ടിലെടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മുകളിൽ വെച്ചുകൊണ്ട്, ആയിഷ ബീവിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല, ചെറിയ പെൺകുട്ടിയാ, അതുകൊണ്ട് അതിനകത്തുണ്ടോ എന്നറിയില്ല, എല്ലാരും ഉണ്ടെന്നുള്ള ധാരണയിൽ അതെടുത്ത് മുകളിൽ വെച്ച് വാഹനം പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നബിതങ്ങളെയും സ്വഹാബത്തിനെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു ചെറിയ പെൺകുട്ടിയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി വരുന്നത്. തന്റെ ഒട്ടകപ്പുറത്ത് ആ സഹാബി കടന്നു വരുന്നുണ്ട്. ആ സഹാബി ഏറ്റവും പുറകിൽ താമസിച്ചു വരാനുള്ള കാരണം പറയുന്നത്, കളഞ്ഞു പോകുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാൻ, യാത്രക്കാരാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ നബിതങ്ങൾ ഏറ്റവും പുറകിൽ വരാൻ പറഞ്ഞ സഹാബി. ഈ സഹാബി നോക്കുമ്പോൾ ഒരു ചെറിയ പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുന്നു. ആരാരുമില്ലാത്ത വഴിയോരത്തിരുന്ന് കരയുന്നു. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാ നിങ്ങൾ? ആരാ ഇരുന്ന് കരയുന്നല്ലോ, നിങ്ങൾ ആരാ? അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ ഞാൻ.
അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സഫ്വാൻ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നാലില്ല. ആയിഷയോ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കയറ്, ഞാൻ മുമ്പിൽ നടക്കാം, ഉമ്മ ഈ വാഹനത്തിൽ കയറ്. അവസാനം വേറെ വഴിയില്ലാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിൽ കയറി യാത്ര തുടർന്നു. നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ച് അവസാനം അവർ തമ്പിലേക്ക് ചെല്ലുമ്പോഴാണ് ആയിഷ ബീബി ഇല്ലെന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് സഞ്ചരിച്ച മണിക്കൂറുകൾ കഴിഞ്ഞു. രാവിലെയാകുമ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ ഭാര്യയെ കുറിച്ച് കാണാതെ വന്നപ്പോ വലിയ വിഷയമായി. എല്ലാവരും വല്ലാത്ത വിഷയം, എവിടെ പോയി ആയിഷ, വലിയ ചർച്ചയായി, എല്ലാവരും അറിഞ്ഞു. അവസാനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സഫ്വാൻ റളിയല്ലാഹു തആല നടന്നു വരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിലുണ്ട്. നബിതങ്ങളുടെ മുമ്പിൽ വന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. പക്ഷേ ആ സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തരുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, രണ്ടുപേർക്കും ചെറിയ പ്രായവാ, രാത്രി സഞ്ചരിച്ചു വന്നതല്ലേ, എന്തെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ കുറിച്ച് വ്യഭിചാര ആരോപണം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ടവർ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ശത്രുക്കളല്ല പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോയവരാ ഈ കഥ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചു. ബക്കറ്റ് പിരിവിന് സമയമായെന്നായിരിക്കും പേപ്പർ കൊണ്ടുവരുന്ന ഫാറൂഖ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ആരോടും മിണ്ടാതെയായി. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നബിതങ്ങൾ പറയുന്നുണ്ട്, നബിതങ്ങൾ പറയുന്നുണ്ട്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്റെ ഭാര്യ എനിക്കറിയാം, വല്ലാഹി സത്യം എനിക്കറിയാം. ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. ഇന്നുവരെ നല്ലതല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾ മിണ്ടാതെ നടക്കാൻ തുടങ്ങി. എല്ലാരും ചർച്ചയായി, എല്ലാ സ്ഥലങ്ങളിലും ചർച്ച. ആയിഷ ബീവിക്ക് പനി പിടിച്ചു, ആഴ്ചകളോളം കടന്നു. അവസാനം ആയിഷ ഇതൊന്നും അറിയുന്നില്ല. അവസാനം നബിതങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല വീട്ടിൽ ചെന്നു. അപ്പോഴാ അറിയണേ ഈ കഥകൾ, തിരക്കഥകൾ, എന്റെ പ്രിയപ്പെട്ട സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകൾ. അവസാനം ആയിഷ ബീബി റളിയല്ലാഹു തആല എനിക്ക് വല്ലാതെ സങ്കടമായി. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ പൊന്നുമോള് മരിച്ചുപോയി എന്ന് ഞാൻ ഭയക്കാറുണ്ട്. ആയിഷ ബീബി ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ കരഞ്ഞു വീടിനകത്ത് കിടക്കുമ്പോ അബൂബക്കർ തങ്ങൾ ചെന്നിട്ട് കാലുകൊണ്ട് തന്റെ പൊന്നുമോളെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന്. അത്രത്തോളം സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ, എത്രത്തോളം പറയാൻ പറ്റുമോ, നമ്മളൊക്കെ പറയും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഈ സംഭവം നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനുവേണ്ടിയായത് പറഞ്ഞത്. ഈ ചരിത്രം ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, ആയിഷയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് സ്വന്തം ഭാര്യ ചോദിച്ചു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അലം തസ്മഉ, അവിടെന്ന് ചോദിക്കുന്നു മഹദി വഹിക്ക, ഇങ്ങനെയൊക്കെ ആയിഷാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ആയിഷ ബീബി വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നല്ലോ, തെളിവുകളൊക്കെ എതിരാണല്ലോ.
നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി തന്റെ പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചു, ആ ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? മഹദി പറയാ, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം ഞാൻ ഒരിക്കലും, അല്ലാഹുവാക്കട്ടെ, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കൂല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മഹാനായ സ്വഹാബിയോട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ? ഇടോ, ഒരു വാർത്ത കേട്ടാൽ ഇങ്ങനെയായിരിക്കണം, ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ ചെയ്തോ ചെയ്തില്ലേ അതല്ല വിഷയം, ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ ചരിത്രം പറയുകയാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ചോദിക്കുന്നു, നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? ആ പെണ്ണ് പറയുന്നു, ഒരിക്കലും ഞാൻ വ്യഭിചരിക്കൂല, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ പറയുകയാ, എന്നാ ഫവല്ലാഹി ആയിഷത്തു ഖൈറും മിൻകാ, നിന്നെക്കാളും ഖൈറായവളാണ് ആയിഷ, നിന്നെക്കാളും നല്ലവളാണ് ആയിഷ, നിന്നെക്കാളും നല്ലവളാണ് ആയിഷ. നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെയാണ് ചെയ്യുന്നത്? ആയിഷ ആരെന്നറിയോ? ആയിഷ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ വിവാഹം കഴിക്കാൻ മറ്റുള്ള ഭാര്യമാര് നബിതങ്ങൾ ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചതെങ്കിൽ ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അല്ലാഹുവാ. അല്ലാഹയാ പറഞ്ഞത് വിവാഹം കഴിക്കാൻ, അല്ലാഹയാണ് പറഞ്ഞത് ആയിഷാനെ വിവാഹം കഴിക്കാൻ. ആയിഷ അങ്ങനെ ഉള്ളവളായിരുന്നെങ്കിൽ അല്ലാഹു പറയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ സ്വഹാബിയുടെ നിലപാടതായിരുന്നു, ആ സ്വഹാബിയുടെ നിലപാടതായിരുന്നു. ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല, ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുകയാ, ലൗലാ ഇദ് സമിഅതുമൂഹു അന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. നല്ലത് ചിന്തിക്കണമടോ, നല്ലത് ചിന്തിക്കടോ. മോഷ്ടിച്ചെന്ന് പറയുമ്പോ നീ ചിന്തിക്കണം, പടച്ചവനെ അബദ്ധം പറ്റിയതായിരിക്കും. എന്റെ സഹോദര, ഒരാള് തെറ്റ് ചെയ്തു എന്ന് നിന്റെ അടുക്കൽ പറഞ്ഞാൽ നീ ചെയ്യേണ്ടത് എന്താണ്? നല്ലത് ചിന്തിക്കടോ, നല്ലത് ചിന്തിക്കടോ. അല്ലാതെ അവനെ നാണം കെടുത്താനല്ല, നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനല്ല, മോശക്കാരനാക്കിയിട്ട് അവന്റെ ഇസ്സത്ത് തകർത്തിട്ട് എനിക്കും നിങ്ങൾക്കും എന്ത് കിട്ടാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഈ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബിയുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹു വാഴ്ത്തുകയാണ്. അല്ലാഹു ആ സ്വഹാബിയുടെ നിലപാടിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അവിടുന്ന് വാഴ്ത്തി പറയുമ്പോ, ഈ പരിശുദ്ധമായ ഈ പുണ്യമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഉറപ്പില്ലാതെ പറയരുത്, ഏസണി പറയരുത്, പരദൂഷണം പറയരുത്, ഒരു മനുഷ്യനെ നാണം കെടുത്തരുത്. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വില എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുറ്റത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു പറഞ്ഞു, കഅബേ, നിനക്കെന്തോ മഹത്തമാ, എന്തൊരു സുഗന്ധമാ, എല്ലാരും നിന്നെ ആദരിക്കുന്നു, എല്ലാരും നിന്നെ ബഹുമാനിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. നിനക്ക് വലിയ സ്ഥാനമാണ്, നിനക്ക് വലിയ സ്ഥാനമാണ്. എന്നാ അല്ലാഹുവിന്റെ മുമ്പില് നിന്നെക്കാളും സ്ഥാനമുണ്ട് ഒരു അടിമയുടെ ഇസ്സത്തിനൊന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു അടിമയുടെ ഇസ്സത്തിന്, ഒരു അടിമയുടെ അഭിമാനത്തിന് കഅബയെക്കാളും അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, ആയിഷ പതറിയില്ല, ആയിഷ ആത്മഹത്യ ചെയ്തില്ല, ആയിഷ വിഷം കുടിച്ചില്ല, ആയിഷ ഭിത്തിയിലെ തലയിടിച്ച് ചാകാൻ നോക്കിയില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ
ഈ ദിക്ർ പറഞ്ഞ് വീടിന്റെ അകത്തിരുന്നപ്പോ ആകാശത്ത് നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 10 ആയത്തുകളുമായിട്ടാണ് ഇറങ്ങി വന്നത്. ആ നിരപരാധിത്വം തെളിയിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്താ? എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്, എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മനസ്സു തരണേ അല്ലാ. നാലാമതായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സമാധാനിപ്പിച്ച അടിമയാരെന്നറിയോ? മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. 2 കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയ, 2 കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയ. പടച്ചവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി തങ്ങള് മക്കയിലെ ഏറ്റവും കോടീശ്വരന്മാരായ ആൾക്കാരുമായിട്ട് നബി തങ്ങള് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ ദഅവത്ത് ചെയ്യുകയാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ, അങ്ങനെ പ്രമുഖരായ ചില നേതാക്കന്മാര്, വലീദ് ഇബ്നു മുഗീറ ഉൾപ്പെടെ വലിയ വലിയ ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാര് നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എനിക്കൊരു ഇൽമു പറഞ്ഞു തരുമോ നബിയേ? ഒരു സംശയം ചോദിക്കാൻ കടന്നു വരികയാണ്. പടച്ചവനെ, ആ സ്വഹാബിക്ക് കണ്ണിന് കാഴ്ചയില്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ഇൽമു പറഞ്ഞു തരാറ്. പടച്ചവനെ, നബി തങ്ങൾ ചിന്തിക്കുകയാണ്, ഈ സഹാബി മുസ്ലിമാണല്ലോ, എപ്പോ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ. ഈ ഇരിക്കുന്ന നേതാക്കന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. പടച്ചവനെ, ഉമ്മു മക്തൂം പിന്നെയും പിന്നെയും നബി തങ്ങളോട് ചോദിക്കുകയാ. നബിതങ്ങളുടെ മുമ്പിൽ വലിയ പ്രമുഖരായ ശത്രുക്കളുടെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നബിതങ്ങൾ അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഉമ്മു മക്തൂം എന്ന് പറയുന്ന സഹാബി വന്നിട്ട് പറയുന്ന, നബിയെ, എനിക്കൊരു അറിവ് പഠിപ്പിച്ചു തരണം, എനിക്കൊരു സംശയമുണ്ട്, പറഞ്ഞു തരണം. ഈ സഹാബിക്ക് അറിയത്തില്ല നബിതങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബി ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം, എന്തേപ്പ ഇപ്പോഴാണ് ചോദിക്കണേ? ഈ സഹാബി ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുമ്പിൽ നിന്ന് നേതാക്കന്മാരൊക്കെ ഇറങ്ങിപ്പോയപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബിതങ്ങളോട് അങ്ങോട്ട് ഓതി കൊടുത്തു. ആ കണ്ണ് കാണാത്ത സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, ആ സഹാബിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവാചകന്റെ മുഖം ഒന്ന് ചുളിഞ്ഞപ്പോ അതാ വരുന്നു അബസ വതവല്ല അൻജാഹുൽ അമാ. തുടർച്ചയായ ആയത്തുകൾ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ തുടർച്ചയായിട്ട് ആയത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ, മുഖം ചുളിച്ചത് ശരിയായില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴക്ക് പറയുന്നത് പോലെ ആ കണ്ണ് കാണാത്ത ഒരു സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പടച്ചവനെ തുടർച്ചയായ ആയത്ത് ഇറങ്ങുകയാണ്. നബിതങ്ങളെ അല്ലാഹു വഴക്കു പറയുകയാണ്. നബിതങ്ങളെ അല്ലാഹു വഴക്കു പറയുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ ചോദിക്കുന്നു, എവിടെയാണ് ഉമ്മു മക്തൂം? എവിടെയാണ് ഉമ്മു മക്തൂം? എവിടെയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ യബ്സുതു ലഹു റിദാ, നബിതങ്ങൾ ആ ഷാളെടുത്തങ്ങ് വിരിക്കുകയാണ്. നബിതങ്ങൾ
നിങ്ങൾ ആ സാളെടുത്തിട്ട് വിരിച്ചടോ. ഉമ്മു മക്തൂമിനോട് പറഞ്ഞു ഇരിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരിപ്പെടുത്ത് വിരിച്ചിട്ട് സാളെടുത്ത് വിരിച്ചിട്ട് ആ കണ്ണ് കാണാത്ത സ്വഹാബിയെ വിളിക്കുകയാണ്. മർഹബാ മർഹബാ. അല്ലാഹുവിനെ കൊണ്ട് വഴക്ക് കേൾപ്പിച്ച സഹാബി പടച്ചവനെ നബി തങ്ങൾ അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വിരിപ്പിൽ പിടിച്ചിരുത്തിയിട്ട് പടച്ചവനെ നബി തങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു. ആ കണ്ണ് കാണാത്ത സഹാബിയോട് ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, കണ്ണ് കാണാത്ത ഒരുപാട് പേരെ കാണുമല്ലോ, വികലാംഗരായവരെ കാണുമല്ലോ, പ്രയാസം അനുഭവിക്കുന്നവരെ കാണുമല്ലോ. നമ്മളിൽ പലർക്കും പുച്ഛമാടോ, അവർക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് അവർക്ക് പരിഗണന കൊടുക്കണമെന്ന്, അവർക്ക് പരിഗണന കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറയുകയാണ്. പടച്ച റബ്ബേ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ കൈ പിടിച്ച് നടത്തിയാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? കണ്ണ് കാണാത്ത ഒരു മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നടത്തിച്ച അല്ലാഹുവേ, എത്ര ദൂരം നടക്കുന്നുണ്ടോ അത്രയും ദൂരം സ്വർഗത്തിലേക്ക് അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കിട്ടിയ കൈ പിടിച്ചിട്ട് നടത്തിക്കണം. എത്ര ദൂരം നടക്കുന്നുണ്ടോ അത്രയും ദൂരം നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തു. സഹോദരനാണ് പറഞ്ഞത്, ഉസ്താദേ 14 കൊല്ലമായി പടച്ചവനെ രോഗിയാണ്, ദുആ ചെയ്യണം. ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ. വയനാട് വഅദിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ കിഡ്നി പേഷ്യന്റ് ആണ്, ഡയാലിസിസ് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ കൂടെ വന്ന സുൽഫി ചോദിച്ചു, നിങ്ങൾ മാറ്റി വെച്ചില്ലേ? ഈ കിഡ്നി ഒന്ന് മാറ്റി വെച്ചുകൂടായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ മാറ്റി വെച്ചതാണ്, പക്ഷേ 4 വർഷമായപ്പോ ഫെയിലായി പോയി. ഓട്ടോ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, 4 കൊല്ലമായി ഫെയിലായി പോയി. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറയുകയാ, ഓരോ ദിവസവും മരുന്ന് കഴിക്കണം. ഞാനാണെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലാണ് മരുന്ന് കഴിക്കുന്നത്. 2 ദിവസത്തിൽ ഒരിക്കലാണ് മരുന്ന് കഴിക്കുന്നത്. അങ്ങനെ മരുന്ന് കഴിക്കുന്നത് തെറ്റിയപ്പോ അത് ഫെയിലായി പോയി. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മരുന്ന് കഴിക്കുന്നത് മാറ്റിയത്? ആ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞടോ. കല്യാണം പോലും കഴിക്കാത്ത ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞു. ഉസ്താദ്, ആഴ്ചയിൽ 5000 രൂപ വേണമായിരുന്നു, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവേ, സങ്കടത്തോടെ പറയുമ്പോ ഇതുപോലെ 100 കണക്കിന് പേരെ കാണുന്നവരാടോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, പടച്ചവനെ, റജബിലേക്ക് കാലെടുത്തു വെക്കാൻ കാത്തിരിക്കുന്നവരോട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളുടെയും 1 രൂപ പോലും അല്ലാഹുവിന് ആവശ്യമില്ല. കൊടുത്താ പ്രതിഫലം നിങ്ങൾക്കാണ്, കൊടുത്താ പ്രതിഫലം നിങ്ങൾക്കാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. നഷ്ടമാകില്ല ചെറുപ്പക്കാരാ, നഷ്ടമാകില്ല പെങ്ങളെ. അസ്വദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ഏത് വിപത്തിനെയും തട്ടിമാറ്റുമടോ. എന്നെ പ്രസംഗത്തിന് വിളിക്കുന്ന ചെറുപ്പക്കാരൻ എന്നെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോ ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് പതറിപ്പോയടോ. ഒരു നിമിഷം നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തേങ്ങല് വന്നോ. പടച്ചവനെ, വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോ, ആ ദുരന്തത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പതറിപ്പോയില്ലേ? സദക്ക കൊടുക്ക
കൊടുക്കുന്നവരെ വിപത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്നാ, സദക്ക നിന്നെ രക്ഷപ്പെടുത്തുമെന്നാ. എത്ര അപകടങ്ങളാ കാണുന്നത്. ഇന്നലെ വഅദിന് പോയതിന്റെ പരിസരത്താണ് പടച്ചവനെ 4 പെൺകുട്ടികൾ സ്കൂള് വിട്ട് നടന്നു പോയപ്പോ പാണ്ടിലോറി വന്ന് പാഞ്ഞു കയറിയിട്ട് മരണപ്പെട്ടു പോയ ആ കുട്ടികളുടെ വീടിന്റെ പരിസരത്താ ഇന്നലെ വഅദുണ്ടായിരുന്നത്. റബ്ബേ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാന്. എത്ര അപകടങ്ങളാ കാണുന്നത്, എത്ര മരണങ്ങളാ കാണുന്നത്. മാരക രോഗം പടരുകയാടോ, മാരക രോഗം പടരുകയാ. ക്യാൻസർ പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാ. അതുകൊണ്ട് പെങ്ങള്, ഉസ്താദേ ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, സങ്കടം പറയുന്ന ഉമ്മ, രോഗം മാറണോ ഉമ്മ, രോഗം മാറണോ ഉമ്മ. ഒരു മരുന്ന് നബി തങ്ങൾ പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. ഏത് മരുന്നെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ